നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. കോഴിക്കോട് ജില്ലയിൽ ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പുനരധിവാസ പ്രവർത്തനം ആരംഭിക്കാത്തതിൽ രൂക്ഷ വിമർശനവുമായി BJP. മന്ത്രിതല ചർച്ചയിൽ സ്വീകരിച്ച തീരുമാനം നടപ്പിലാക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ല എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുള്ള കോടിക്കണക്കിന് രൂപ വിലങ്ങാടുള്ള ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ ഉപയോഗിക്കാൻ തയ്യാറാവുന്നില്ല എന്നും രമേശ് കുറ്റപ്പെടുത്തി. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, വിലങ്ങാട് വികസനമൊന്നും നടക്കുന്നില്ല. അവിടുത്തെ ജനങ്ങൾ നിരവധി തവണ പ്രകടമായി സമരത്തിലേക്ക് വന്നതാണ്. റവന്യൂ അധികാരികൾക്ക് മുമ്പിൽ, റവന്യൂ ഓഫീസുകൾക്ക് മുമ്പിൽ, പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുമ്പിൽ ഒക്കെ നിരവധി സമരങ്ങൾ നടത്തിയിരുന്നു. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി പറയുന്നതും അതാണ്, MT രമേശ് പറയുന്നതും അതാണ്. കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലുണ്ട്. ഒരു രൂപ പോലും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി മുടക്കുന്നില്ല. വിലങ്ങാടുള്ളവർ ആ ഉരുൾപൊട്ടലിൻ്റെ ദുരിതക്കയത്തിൽ നിന്നും ഇതുവരെയും കരകയറാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയല്ലേ അനഘ? തീർച്ചയായും ഒരു ജീവിതത്തിൽ സ്വരുക്കൂട്ടിയ സർവ്വതും ഉരുളെടുത്തു പോയ ഒരു ജനതയോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്നത്, അവിടുത്തെ ഭരണകൂടം കാണിക്കുന്നത് തികഞ്ഞ അവഗണനയാണ്, ക്രൂരതയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മാസങ്ങൾ കഴിഞ്ഞു ഈ വിലങ്ങാട് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടും ഇന്ന് വരെ ഒരു രീതിയിലുള്ള സഹായം ആ ജനതയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ്. സർക്കാരിന്റെ കണക്ക് പ്രകാരം തന്നെ 13 കോടിയിലധികം നഷ്ടം വിലങ്ങാട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ വിലങ്ങാടിനെ സംബന്ധിച്ച് അതൊരു മലയോര പ്രദേശമാണ്. കർഷകരാണ് ആ ഭാഗത്ത് ഏറ്റവും അധികം ഉള്ളത്. എന്നിട്ടും സർക്കാർ അന്ന് ഈ കർഷകർക്കായിട്ടുള്ള പാക്കേജ് പ്രഖ്യാപിച്ചത് വെറും 11 കോടിയുടെ പാക്കേജ് ആണ്. ഇതിൽ നിന്ന് തന്നെ സർക്കാർ ഏത് രീതിയിലാണ് വിലങ്ങാട്ട ജനതയെ കാണുന്നത് എന്നത് തന്നെ വ്യക്തമാണ്. 100-ലധികം സ്ഥലങ്ങളിൽ വിലങ്ങാട്ട് ഉരുൾ പൊട്ടിയിട്ടുണ്ട് എന്ന് സർക്കാർ തന്നെ പറയുന്നുണ്ട്. ആ രീതിയിലേക്ക് വിലങ്ങാട് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും വിലങ്ങാട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉരുൾപൊട്ടലിന്റെ അവശേഷിപ്പുകളാണ്, പൊട്ടിയ പാലമാണ്, തകർന്ന റോഡുകളാണ്. ഇതൊന്നും തന്നെ ഒരു രീതിയിലുള്ള പുനരുദ്ധരിക്കാനോ അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കാനോ ഉള്ള ഇത് സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അവിടുത്തെ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നതാണ് അതിൽ ഏറ്റവും സങ്കടകരം. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വിലങ്ങാട് എല്ലാം നഷ്ടപ്പെട്ട് വീടൊക്കെ തന്നെ ഒലിച്ചു പോയ ഒരു കുടുംബം, അവർ വാടക വീട്ടിലായിരുന്നു. വാടക കൊടുക്കാൻ ഗതിയില്ലാത്തത് കൊണ്ട് ആ വാടക കൊടുത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു സാഹചര്യം അവർക്ക് ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നിരന്തരം വിലങ്ങാട്ട ജനത ദുരന്തം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ മന്ത്രിതല ചർച്ചയിലടക്കം വിലങ്ങാട് 53 പേർക്ക് കൃത്യമായി തന്നെ അവരുടെ വീട് നഷ്ടപ്പെട്ടിരുന്നു എന്ന് സർക്കാർ കണ്ടെത്തിയിരുന്നു. ഇവർക്ക് 15 ലക്ഷം രൂപ അനുവദിക്കുമെന്നും വീട് വെച്ച് നൽകുമെന്നൊക്കെ തന്നെ ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ചേർന്ന ചർച്ചയിൽ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ കടലാസിൽ ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ആ രീതിയിൽ ഒരു രീതിയിലുള്ള ഈ വിലങ്ങാട്ട ജനതയ്ക്ക് ഒരു സഹായവും സർക്കാർ നൽകുന്നില്ല എന്നതാണ്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ ദിവസം തന്നെ മുഖ്യമന്ത്രിയും 5 മന്ത്രിമാരടക്കം ചീഫ് സെക്രട്ടറി അടക്കം ഈ വിലങ്ങാട്ട് ഈ പ്രദേശത്ത് കൃത്യമായി തന്നെ സന്ദർശനം നടത്തിയിരുന്നു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വയനാട് നൽകുന്ന അതേ സഹായം തന്നെ ഈ വിലങ്ങാടിന് നൽകുമെന്നാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ വയനാടിനോട് ഏത് രീതിയിലാണോ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അവഗണന, അതേ രീതി തന്നെ വിലങ്ങാടിനോടും തുടരുകയാണ് എന്നതാണ്. ഈ വിലങ്ങാട്ട് ഇപ്പോഴത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് ജീവിക്കാൻ ഒരിടം അത് കണ്ടെത്തുക എന്നതാണ്. അതിന് പല സംഘടനകളും മുന്നോട്ട് വന്നിട്ടുണ്ട്, കൃത്യമായി അവർക്ക് വീട് വെച്ച് നൽകാൻ. പക്ഷെ എവിടെ വീട് വെച്ച് നൽകും? അതിനുള്ള സ്ഥലം അത് കണ്ടെത്തി തരാൻ മാത്രമാണ് സർക്കാരിനോട് പറയുന്നത്. അതിനുള്ള മാനസികാവസ്ഥ പോലും സംസ്ഥാന സർക്കാർ കാണിക്കുന്നില്ല എന്നതാണ്. കൃത്യമായി തന്നെ പറഞ്ഞാൽ സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് ഈ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്നൊരു ന്യായം കൂടി അല്ലെങ്കിൽ ഒരു കാര്യം കൂടി അവർ പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ അവിടെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ലഭിച്ചിരിക്കുന്ന തുക, ആ തുക എന്തുകൊണ്ട് വിലങ്ങാട്ടെ ഈ ദുരന്തബാധിതർക്ക് വേണ്ടി ചിലവാക്കുന്നില്ല എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം തരേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ BJP അടക്കമുള്ള സംഘടനകൾ ഇടപെടുന്നതും വിലങ്ങാട്ട ജനതയുടെ പ്രശ്നം അത് കൃത്യമായി തന്നെ അഡ്രസ് ചെയ്യപ്പെടുന്നതും ഒക്കെ തന്നെ ഇത്തരം BJP അടക്കം സംഘടനകളിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിലങ്ങാട്ട ജനത ഇനി വരും ദിവസങ്ങളിലൊക്കെ തന്നെ കൃത്യമായി തങ്ങൾ സമരവുമായി തന്നെ മുന്നോട്ട് പോകും എന്നുകൂടി ആ ജനത പറയുന്നുണ്ട്. കാരണം അവരുടെ അടിസ്ഥാനപരമായ അവർക്ക് അർഹതപ്പെട്ട ഒരു ആനുകൂല്യവും ലഭിച്ചിട്ടില്ല എന്നതാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ആ ജനത നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഈ ഉരുൾപൊട്ടിയ സമയത്തൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കിണറും മറ്റ് ജലസ്രോതസ്സുകളൊക്കെ തന്നെ നശിച്ചു പോയിട്ടുണ്ട്. ഇനി ഒരു
വരാൻ പോകുമ്പോൾ അവർ ഏറ്റവും അധികം നേരിടുന്ന പ്രശ്നം കുടിവെള്ള പ്രശ്നം തന്നെയാണ്. അത് ഇല്ലാത്തൊരവസ്ഥയുണ്ട്. മൈലുകൾ ദൂരം നടന്നുപോയി വേണം കുടിവെള്ളം എടുക്കേണ്ട ഒരു സാഹചര്യം ആ ജനതയ്ക്കുണ്ട്. അങ്ങനെ നിരന്തരം അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും ആ ജനത ജീവിക്കുന്നത്. സർവ്വതും ഉരുളെടുത്തു പോയ ഒരു ജനതയാണ്. അതിന്റെ വേദനയുണ്ട്. ഉറ്റവർ നഷ്ടപ്പെട്ടവരാണ്. അതിനിടയിലാണ് സംസ്ഥാന സർക്കാർ കൂടി ഒരു ജനതയോട് ഈ രീതിയിലുള്ള അവഗണന കാണിക്കുന്നത്. തീർച്ചയായും കോഴിക്കോട് വിലങ്ങാടുള്ള ജനങ്ങൾ ഉരുൾപൊട്ടലിൻ്റെ എല്ലാ ദുരിതവും അനുഭവിക്കുന്ന ഒരു സമൂഹം. അവർക്ക് അല്പം കുടിവെള്ളം കൊടുക്കാൻ പോലും സർക്കാരിനെ കൊണ്ട് കഴിയുന്നില്ല, സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ള ദയനീയ സ്ഥിതിയാണുള്ളത്. MD രമേശ് അടക്കമുള്ള നേതാക്കൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ.